ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഋക് പഞ്ചക യന്ത്രം എന്താണ്? ഋക് പഞ്ചക യന്ത്രം നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. ഋക് പഞ്ചക യന്ത്രം എന്ന് പറഞ്ഞാല് ഈ കലാകാരന്മാർക്കും കവികളെക്കാളും വലിയ അഗ്രഗണ്യനായിട്ട് കലാരംഗത്തുള്ളവർക്കും മറ്റു പലതരത്തിൽ ഉയർച്ചയും ആഗ്രഹിക്കുന്നവർക്കും സമൂഹത്തില് ഒരുപാട് ഉയർന്ന തലത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ധരിക്കാൻ സാധിക്കുന്ന ഒരു യന്ത്രമാണ് ഋക് പഞ്ചക യന്ത്രം എന്ന് പറഞ്ഞാല്. നമ്മളെ സാധാരണ ഇത് ആളുകൾക്കൊന്നും സാധിക്കാത്ത തരത്തിലുള്ള ഒരു യന്ത്രം കൂടിയാണ് അത്. കാരണം അതിന് കുറച്ച് ചെലവുകളും വരുന്നത് തന്നെയാണ്. സ്വർണ്ണ തകിടില് ഈ ഋക് പഞ്ചക യന്ത്രത്തിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല്, സ്വർണ്ണ തകിടിൽ എഴുതിയ ഈ ഋക് പഞ്ചക യന്ത്രം, സ്വർണ്ണ തകിട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 ഗ്രാമോ 2 ഗ്രാമോ ഒക്കെ വരുന്ന യന്ത്രം ആയാലും കുഴപ്പമില്ല. സാധാരണ ചെമ്പ് തകിടിനും വെള്ളിത്തകിടിലൊക്കെയാണ് നമ്മൾ യന്ത്രങ്ങൾ എഴുതാറ്. പക്ഷെ ഈ ഋക് പഞ്ചക യന്ത്രം സ്വർണ്ണ തകിടിൽ എഴുതിയിട്ട് ഭക്തിയോടുകൂടി വളരെയേറെ ചൈതന്യവൽക്കരിക്കുമ്പോൾ സരസ്വതിയെ അതിലേക്ക് ആവാഹിച്ച് ജപിച്ച്, സരസ്വതിയെ യന്ത്രത്തിലേക്ക് നമ്മൾ ആവാഹിക്കും. ജപിച്ചിട്ട് അത് ഏലസിനുള്ളിലോ ഏതെങ്കിലും മാലയിലിടുന്ന ഏലസിനുള്ളിലോ ഒരു കൂടിനുള്ളിലോ ആക്കി നമ്മൾ ശരീരത്തിൽ ധരിച്ചാല് അയാള് ഈ ഏറ്റവും അഗ്രഗണ്യനായ കവികളെക്കാളും കലാരംഗത്ത് ഏറ്റവും കൂടുതൽ ഉയർന്ന തലത്തിൽ എത്തപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറും എന്നാണ് പറയുന്നത്. നല്ല വാചാലത ലഭിക്കും. വയസ്സ് പോലും അറിയില്ല. ഇപ്പൊ 30 വയസ്സുള്ളവൻ അത് ധരിച്ചാൽ 20 വയസ്സ് പോലും തോന്നിക്കില്ല. 50 വയസ്സുള്ളവൻ കലാരംഗത്തും പ്രതിഭാശാലിയായിട്ടും തിളങ്ങുന്നവന് ഈ ഋക് പഞ്ചക യന്ത്രം സ്വർണ്ണത്തകിടിൽ എഴുതി ആവാഹിച്ച് ഏലസാക്കി ശരീരത്തില് മാലയിലോ മറ്റു കാര്യങ്ങളിലോ കഴുത്തിൽ ധരിച്ചു കഴിഞ്ഞാല് അത് ഭയങ്കര അഗ്രഗണ്യനായിട്ട് വാചാലതയോടെ കലാരംഗത്തും മറ്റു ഉന്നത രംഗത്തും തിളങ്ങാൻ സാധിക്കും എന്നാണ് പറയുന്നത്. വയമ്പ് അരച്ച് അതിൽ ഈ യന്ത്രം വരച്ചിട്ട്, വയമ്പ് കുട്ടികൾക്ക് അരച്ചു കൊടുക്കുന്ന വയമ്പ് അത് അരച്ചിട്ട് അതിൽ ഈ യന്ത്രം വരച്ചിട്ട് അത് സേവിക്കുക. അതായത് വയമ്പ് അരയ്ക്കുക. വയമ്പിനോടൊപ്പം ഈ സ്വർണ്ണത്തകിടിൽ എഴുതിയ ഋക് പഞ്ചക യന്ത്രവും അരയ്ക്കുക. നമ്മൾ പണ്ട് കുട്ടികൾക്ക് 28-ന് കൊടുക്കുമ്പോൾ വയമ്പിന്റെ ഉള്ളിൽ സ്വർണ്ണ നൂല് ഇങ്ങനെ കുത്തിവെക്കും. എന്നിട്ട് അത് അരച്ചിട്ട് നാക്കിൽ കൊടുക്കും. ശബ്ദ ഗാംഭീര്യവും ശബ്ദം തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ട് സ്വർണ്ണം അരച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതുപോലെ ഈ യന്ത്രം, ഈ സ്വർണ്ണത്തകിടിൽ എഴുതിയ യന്ത്രം വയമ്പോട് കൂടി ചേർത്ത് അരച്ച് നമ്മൾ സേവിക്കുക. യന്ത്രം സേവിക്കുമ്പോൾ യന്ത്രത്തിന്റെ മന്ത്രവും സ്വർണവും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ടല്ലോ. അത്രയ്ക്ക് ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാ. ശരീരത്തിൽ ധരിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് അരച്ച് സേവിച്ചാല് ഈ ലോകത്തെ മുഴുവൻ ഇളക്കി മറിച്ച് വശീകരിക്കുന്ന രീതിയിൽ നമുക്ക് പവർ ഉണ്ടാവും. ഈ ഋക് പഞ്ചക യന്ത്രം ധരിച്ചാല് എങ്ങനെ വശീകരിക്കുന്ന വാഗ്വിലാസം, നമ്മളൊരു കാര്യം പറഞ്ഞാൽ, നമ്മളൊരു കാര്യം ചെയ്താൽ അത് അച്ചിട്ടോണായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയായി മാറും നമുക്ക് ഈ ഋക് പഞ്ചക യന്ത്രം ധരിച്ചാല്. അത് പിന്നെ ചെലവുള്ള കാര്യമായതുകൊണ്ട് എല്ലാവരും കേൾക്കുമ്പോൾ തന്നെ അത് വേണ്ടാന്ന് വെക്കും. പക്ഷേ കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും പൊതുവായ രംഗത്തും നിൽക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ തിളങ്ങുന്ന ഒരു യന്ത്രമാണ് ഋക് പഞ്ചക യന്ത്രം. അത് യഥാവിധി എഴുതി സ്വർണ്ണത്തകിടിലെ യന്ത്രം എഴുതി നിങ്ങൾ അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 100% നമുക്ക് സംശയമറ്റ കാര്യം തന്നെയാണ്. ഏറ്റവും കൂടുതൽ വാഗ്വിലാസമുള്ള തിളങ്ങുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ സാധിക്കും നമുക്ക്. ആര് കണ്ടാലും അപ്പം തന്നെ നമ്മൾ ഒരു വാക്കുകൊണ്ട് പോലും സംശയലേശമന്യേ നമുക്ക് വശീകരിക്കാൻ സാധിക്കുന്ന ഒരു യന്ത്രമാണ് ഋക് പഞ്ചക യന്ത്രം.